വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസോൺ. അപ്പൊ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ എസ് എസ് സി ജെയുടെ എക്സാം ഡേറ്റ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഡേറ്റിലേക്ക് പറയുന്നതിന് മുന്നേ നിങ്ങളോട് ജസ്റ്റ് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് എസ് എസ് സി ജിയുടെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും ഫെബ്രുവരി 2024 മാർച്ച് 29 നിങ്ങൾക്ക് അപ്ലൈ വേണ്ടി വരുന്നുണ്ടാവും. മെയ് ജൂൺ എന്ന രീതിയിലാണ് ആ ഒരു സമയത്ത് അവർ ടെന്റേറ്റീവ് ഡേറ്റ് എന്ന രീതിയിൽ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇന്നിപ്പം എസ് ഒരു എക്സാമിന്റെ നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ പല എസ് എക്സാം ഉണ്ട്. അതിൽ ജൂനിയർ എഞ്ചിനീയർ, സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ക്വാണ്ടിറ്റി സർവേയിങ് കോൺട്രാക്ട്സിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ എക്സാം ഡേറ്റ് വന്നിട്ട് 4, 5, 6 ആണ്. ജൂൺ 4, 5, 6. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പം സിവിൽ ആവട്ടെ, മെക്കാനിക്കൽ ആവട്ടെ, ഇലക്ട്രിക്കൽ ആവട്ടെ, അപ്പൊ നിങ്ങൾക്ക് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അതിന് ബേസ് ആയിട്ട് നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാവുക. ഇനിയിപ്പോ പറയുക എസ് എസ് സി ജിയുടെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഫെബ്രുവരി വരും. അതേപോലെ എന്ത് ചെയ്യാം, എക്സാം ജൂണിൽ നടക്കും. അതേപോലെ RRBJയുടെ നോട്ടിഫിക്കേഷനും അതിന്റെ ഇടയ്ക്ക് വരുന്നുണ്ടാവും. അല്ലെ, RRBJയുടെ നോട്ടിഫിക്കേഷൻ അതിന്റെ ഇടയ്ക്ക് വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്താ, രണ്ടും കൂടി ഇത് ഒരുമിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓക്കെ, രണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഇപ്പൊ SSCJ കേസിലാണെങ്കിൽ ടയർ വണ്ണില് നോൺ ടെക്നിക്കൽ ഉണ്ട്, ടെക്നിക്കൽ ഉണ്ട്. പക്ഷെ RRBJക്കാണെങ്കിലോ ടയർ വണ്ണിൽ നോൺ ടെക്നിക്കൽ മാത്രമേ ഉള്ളൂ, ടയർ ടു നോൺ ടെക്നിക്കൽ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ PSCയിൽ എന്താ പല ഡിപ്ലോമ ലെവൽ എക്സാംസും വരുന്നുണ്ട്, അല്ലെ ട്രേഡ്സ്മാൻ വരുന്നുണ്ട്, അല്ലെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എങ്ങനെ, നിങ്ങൾക്ക് എന്താ എല്ലാം കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് എന്താ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 2024 എന്ന് വെച്ചാൽ എന്താ, നിങ്ങളുടെ വർഷങ്ങളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അതിന് ബേസ് ആയിട്ടായിരിക്കും അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഓക്കെ, അതേ കൂടാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം സിവിൽ അല്ലാണ്ട് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ RRB ALP വരുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ RRB ALP വരുന്നുണ്ട്, അതുപോലെ RRBJയും വരുന്നുണ്ട്, അല്ലെ. അപ്പൊ നിങ്ങൾ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അവർക്ക് SSC ചെയ്യില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അതിന് ബേസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യാം, നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാവുക. അതേപോലെ ട്രേഡ്സ്മാന്റെ എക്സാം വരുന്നുണ്ട്, അല്ലെ. അതേപോലെ പല ഓവർസിയർ എക്സാം വരുന്നുണ്ട്. അതേപോലെ ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്കിനി. അതേപോലെ കുറെ എക്സാംസ് ഇനിയിപ്പോ PSCയിൽ വിളിക്കാനുണ്ട്. ഇപ്പൊ മെക്കാനിക്കൽ കേസിലാണെങ്കിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, സോറി, അതെ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 വിളിക്കുന്നുണ്ട്, അല്ലെ. ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 വരുന്നുണ്ട്. അപ്പോ അങ്ങനെ പല നോട്ടിഫിക്കേഷൻ ഇനി വരാനുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അതിന് ബേസ് ആയിട്ടായിരിക്കും ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പം 4, 5, 6 ജൂൺ 4, 5, 6 CBT 1 എക്സാം ഉണ്ടാവുക. ഓക്കെ, അപ്പോ എല്ലാവരും എന്ത് ചെയ്യുക, ഇന്ന് തൊട്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. സിലബസ് ഞാൻ വേണമെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പിന്നെ പ്രിന്റ് ഔട്ട് എടുക്കാൻ, എന്നിട്ട് നിങ്ങൾ കാണുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അതുപോലെ RRBJയുടെ സിലബസ് എന്ത് ചെയ്യുക, നിങ്ങൾ കാണുന്ന സ്ഥലത്ത് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് സിലബസ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.